ഒരു നല്ല IAS ഉദ്യോഗസ്ഥനാകാൻ ആദ്യം ഒരു നല്ല പഠിതാവാകണമെന്ന് ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. ജിജ്ഞാസയോടെ പഠിക്കുന്നവർ നാളെയുടെ വലിയ വാഗ്ദാനങ്ങളും ഒപ്പം തന്നെ പ്രതീക്ഷയുള്ള ഒരു വലിയ സമൂഹമായി വളരുമെന്നും ദിവ്യ പറഞ്ഞു. കിളിക്കൂട്ടത്തിലെത്തിയ എല്ലാ കുട്ടികൾക്കും നന്മ നിറഞ്ഞ ആശംസകൾ നൽകിയാണ് സംവാദം അവസാനിപ്പിച്ചത്. ദിവ്യ എസ്. സംസ്ഥാന ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ച കിളിക്കൂട്ടം വേനലവധി ക്യാമ്പിൽ കുട്ടികളോട് സംവദിക്കുകയായിരുന്നു ദിവ്യ എസ് അയ്യർ IAS. കുട്ടികൾക്ക് ഒരുപക്ഷെ സിവിൽ സർവീസസിന് താല്പര്യമുള്ളവർ എന്നുണ്ടെങ്കിൽ ഒരു നൈപുണ്യം നിങ്ങൾ കൈക്കലാക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തും പഠിക്കാനുള്ള ഒരു ജിജ്ഞാസയാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, സിവിൽ സർവൻസ് ആകാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സിംഗിൾ മോസ്റ്റ് വാല്യുബിൾ ക്വാളിറ്റി എന്താണ് എന്ന്. നിങ്ങൾക്ക് ഒരു കഴിവുണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണ് നല്ലൊരു സിവിൽ സർവൻ്റ് ആകാനെന്ന് ഞാൻ പറയും. കാരണം IAS എന്ന് പറയുന്നത് ഒരു മേഖലയിലും ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല, അല്ലേ? നമ്മൾ ഒരു സയൻറ്റിസ്റ്റ് അല്ല, നമ്മളൊരു പരിസ്ഥിത വിദൂഷകനല്ല, നമ്മളൊരു ആരോഗ്യ മേഖലയിലെ ഒരു ഡോക്ടറല്ല, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ല, ഒരു മാരിടൈം എക്സ്പേർട്ട് അല്ല. പക്ഷേ നമ്മൾ ബോർഡിൻ്റെ MD ആകുന്നു, നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടർ ആകുന്നു, നമ്മൾ എൻവയൺമെൻറ്റ് സെക്രട്ടറി ആകുന്നു. അങ്ങനെ പല പല മേഖലകളിൽ നമ്മൾ തലപ്പത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ സാങ്കേതികമായിട്ടുള്ള വൈദഗ്ധ്യം ഇല്ലാതെ എങ്ങനെയാണ് ഇവർ തലപ്പത്ത് കയറുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ പറയുന്നത്. നല്ലൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വായത്തമാക്കേണ്ടുന്ന ഒരു കഴിവ് എന്നുള്ളത് നല്ല ഒരു പഠയിതാവാവുക എന്നുള്ളതാണ്. ബി എ ഗ്രേറ്റ് ലേണർ എന്നുള്ളത്. ഗുഡ് ലേണർ മാത്രം പോരാ, ബി എ ഗ്രേറ്റ് ലേണർ. എപ്പോഴും പഠിക്കുവാനുള്ള ജിജ്ഞാസ മനസ്സിൽ എന്നും കൊണ്ട് നടക്കുക എന്നുള്ളത്. അതും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാലമാണ്. ബാല്യകാലം കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂൾ ജീവിതവും കലാലയവും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ സെറ്റിലായി എന്നായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും പഠിക്കേണ്ട എന്നുള്ള ഒരു മനോഭാവമാണ് നമുക്ക് പലർക്കും ഉള്ളത് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ അങ്ങനെയല്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിനവും ഓരോ തരുണവും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരുപാട് വ്യക്തികളെയും സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഒക്കെ നമ്മൾ നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്നും അവയെല്ലാം പഠിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ കഴിവ്. അപ്പം അങ്ങനെ നിരന്തരം പഠിക്കുവാനും നിരന്തരം സ്വയം നല്ല ഒരു പഠേതാവായി വളരുവാനും കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു സിവിൽ സർവൻറ്റിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഗുണം എന്ന് ഞാൻ പറയും. അപ്പോൾ ആ പഠനത്തിനോടുള്ള ഒരു അഭിനിവേശം എന്നുള്ളത് കുട്ടിക്കാലത്ത് തന്നെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒരു 3ാം ക്ലാസ്സുകാരൻ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഉത്തരം. മാം, എൻ്റെ പേര് പാർത്ഥിവ്. ഞാൻ അടുത്ത 9ാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. മാം, ഡോക്ടർ അല്ലെങ്കിൽ കളക്ടർ ആയിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നന്നായി തോന്നിയൊരു സംഭവം? പാർത്ഥിവ് അങ്ങനെ ഒരെണ്ണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. എന്നാലും പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യം പറയാം. ഞാൻ ഇതുപോലൊരു കിളിക്കൂട്ടത്തിൻ്റെ കൂടെ പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറായിരുന്നപ്പോൾ ഒരു ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ ഞങ്ങളുടെ അട്ടത്തോട് ആദിവാസി മേഖലയിലെ ഒരു സർക്കാർ സ്കൂളിലായിരുന്നു. അന്ന് ആ സർക്കാർ സ്കൂളിലേക്ക് അട്ടത്തോട് സങ്കേതത്തിലുള്ള ആദിവാസി ഊരുകളിലുള്ള കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കുന്ന 32 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായിരുന്നു. അന്ന് ആ വിദ്യാലയം ഒരു വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയിലൂടെ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ, ടെറസിൻ്റെ മുകളിൽ ഒരു ഷെഡിട്ട് അവിടെയായിരുന്നു ഇവർ എല്ലാ വിദ്യാർത്ഥികളും, ഇന്ന ക്ലാസ് എന്നൊന്നുമില്ല, എല്ലാ വിദ്യാർത്ഥികളും 1ഉം 2ഉം ചെറിയ ഇങ്ങനെ ബോർഡുകൾ വെച്ച് മറച്ചുകൊണ്ട് 2-3 ക്ലാസ്സായും അവർക്കുള്ള ഒരു ഊട്ടുപുരയും കളിപ്പുരയും എല്ലാം ആ ടെറസിൽ തന്നെയായിരുന്നു അന്ന് ഞങ്ങൾ പോയപ്പോൾ. അപ്പം അത്രയ്ക്ക് പരിമിതമായിട്ടുള്ള ഇടത്തിൽ പോലും ഒരുപാട് സന്തോഷവും ഒരുപാട് ഊർജവും ഒരുപാട് പ്രതീക്ഷയും നന്മയും ഒക്കെ
അനുഭവിക്കാൻ സാധിച്ച ഒരു ദിവസമായിരുന്നു അന്ന് അവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ നിലയ്ക്കൽ, നമ്മൾ ശബരിമലയിലേക്ക് പോകുന്ന വഴി നിലയ്ക്കൽ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം ഏറ്റെടുത്ത് അവിടെ എല്ലാ വകുപ്പുകളുടെയും എല്ലാ മന്ത്രിമാരുടെയും ഒക്കെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു. നമ്മുടെ SC/ST വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും PWDയുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ ഒരു വലിയൊരു സഹകരണം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ഇന്ന് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു പക്ഷേ നമ്പർ 1 എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു മോഡൽ ട്രൈബൽ സ്കൂൾ സ്വന്തമായി അവർക്കൊരു കെട്ടിടം ഉണ്ടാക്കി വളരെ മനോഹരമായിട്ടുള്ള, അതായത് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഉൾപ്പെടെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വിദ്യാലയം കുഞ്ഞുങ്ങൾക്കായിട്ട് നിർമ്മിച്ച് നൽകുവാൻ സാധിച്ചു. അത് ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി വന്നതിന് ശേഷമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഉദ്ഘാടനത്തിന് ഞാൻ പോയില്ല. എന്നിട്ട് അതിന് ശേഷം ഒരു ദിവസം കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ഞാൻ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു 10 വർഷ കാലയളവിൽ ഏറ്റവും അധികം പറഞ്ഞതുപോലെ ഏറ്റവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന, ഒരു ചെപ്പിൽ സൂക്ഷിക്കാവുന്ന ഒരു ദിവസം പോലെയായിരുന്നു. കാരണം അതിനു മുമ്പ് അനവധി തവണ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആദിവാസി കുടുംബങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് വീടോ ഒരു ഇടമോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള, അതായത് അവരുടെ ജീവിത ശൈലി അങ്ങനെയാണ്, സെമി നൊമാഡിക് ട്രൈബ്സ് എന്ന് പറയും. അപ്പോൾ അവരിപ്പോഴും വനത്തിനുള്ളിലൂടെ ഇങ്ങനെ അലഞ്ഞു നടന്ന് ജീവിക്കുന്നവരായിരുന്നു. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു തലമുറയിലെ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ തലമുറയാണ്. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ഒന്നും തന്നെ നമ്മുടെ തലത്തിലുള്ള വിദ്യാഭ്യാസ രീതികളിലൂടെ വളർന്നു വന്നവരല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മുഖത്തന്നുണ്ടായ ഒരു സന്തോഷം എന്നുള്ളതും വളരെ സ്വകാര്യമായിട്ട് ഇതുപോലെ ഒരു കൂട്ടമായിരുന്നു അന്ന് ഞാൻ പിന്നീട് പോയത് കൊണ്ട് തന്നെ, പരിപാടിക്കായിട്ടല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതും സ്കൂളിൽ തന്നെ ഞങ്ങളെല്ലാവരും ചിലവഴിച്ച ആ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വിലപ്പെട്ട ഒരു ദിവസമായിരിക്കും തോന്നുന്നു അട്ടത്തോട്ട്. മാം, എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ ആര്യ സെൻട്രൽ സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മാമിന് ഈ ജനറേഷനിലുള്ള കുട്ടികൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് അഡ്വൈസായിട്ട് എനിക്ക് കൊടുക്കാൻ യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. കാരണം ഞാൻ നിങ്ങളെയൊക്കെ പോലെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഓരോ അനുഭവങ്ങളിലൂടെയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലൂടെയും നമ്മുടെ ശരികളിലൂടെയും തെറ്റുകളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഇപ്പം മനസ്സിൽ വരുന്ന ഒരു 2 വരി ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപദേശമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു 2 വരി അയ്യപ്പ പണിക്കറിൻ്റെ ഒരു കവിതയിലെ വരിക. കുശുകുശുപ്പില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കൂടോത്രമില്ലാത്ത, കരളുകൾ കരയാത്ത, കണ്ണുനീരുറയാത്ത നാടെൻ്റെ, നാടെവിടെ എൻ്റെ മക്കളെ എന്ന്. എന്താണ്? കുശുകുശുപ്പില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കൂടോത്രമില്ലാത്ത, കരളുകൾ കരയാത്ത, കണ്ണുനീരുറയാത്ത നാടെൻ്റെ, നാടെവിടെ എൻ്റെ മക്കളെ എന്ന അയ്യപ്പ പണിക്കറിൻ്റെ ഒരു കവിതയാണ്. അങ്ങനെ ഒരു നാട്, ഐശ്വര്യപൂർണമായ ഒരു നാട്, സന്തോഷത്തിൻ്റെ ഒരു നാട് സൃഷ്ടിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉപദേശം. ഹായ് മാം, എൻ്റെ പേര് അരുണ. ഞാൻ പട്ടം ഗേൾസിലാണ് പഠിക്കുന്നത്, +2 പഠിക്കുന്നത്. മാമിൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു നിമിഷം, നമ്മളോട് പങ്കുവയ്ക്കാൻ പറ്റിയൊരു നിമിഷം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷം? ഈ പറഞ്ഞ പോലെ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ നിമിഷങ്ങൾക്കും വളരെയധികം കൃതജ്ഞത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല നിമിഷം എന്ന് പറയുമ്പോൾ എപ്പോഴും അത് സന്തോഷത്തിൻ്റെ മാത്രം നിമിഷമായിരിക്കണം നല്ല നിമിഷം എന്നില്ല. പലപ്പോഴും കൈപ്പേറിയ അനുഭവങ്ങളും നമുക്ക്
പിൽക്കാലത്ത് അതൊരു നല്ല നിമിഷമായിരുന്നു എന്നൊരു തിരിച്ചറിവ് വരാറുണ്ട്. പക്ഷേ എന്തൊക്കെ ചോദിച്ചാലും ഉത്തരം വളരെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം തന്നെയായിരിക്കും. എൻ്റെ കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്ത നാൾ. അതിനെ വെല്ലാനായിട്ട് മറ്റൊരു അനുഭവം ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്ന വ്യക്തിയെ അത്രയധികം മാറ്റിമറിച്ച ഒരു നിമിഷമായിരുന്നു അത്. എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ അതിന് മുൻപ് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും നമ്മൾ പൊതുവെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ആളുകളായിട്ട് ചിലർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു അമ്മയാവണം എന്നിങ്ങനെ കൊതിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ മാതൃത്വം തുളുമ്പുന്ന ഒരു സ്വഭാവം ഭാവമൊക്കെ പലരിലും നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത്രയധികം എനിക്ക് അതൊക്കെ ഉണ്ടോ എന്ന് ഞാൻ തന്നെ ഇങ്ങനെ സ്വയം എന്നോട് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കാലത്തിലൊക്കെ. അപ്പോ ആ ഒരു ആശങ്കകൾക്കൊക്കെ ഇങ്ങനെ വിരാമം ഇട്ടുകൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുത്ത ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇങ്ങനെ പെട്ടെന്ന് ഒരു നമ്മൾ കഥയിലും കവിതയിലും ഒക്കെ വായിച്ചിട്ടില്ല, ലൈറ്റ്നിങ് സ്ട്രക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലത്തെ ഒരു നിമിഷമായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ വിധുവിനോട് പറഞ്ഞതുപോലെ അതിനുശേഷം ഞാൻ ഈ ലോകത്തിനെ കണ്ട കോണുകൾ വളരെ വ്യത്യസ്തമായിരുന്നു. ലോകം ഒരുപാട് മനോഹരമായി തീർന്ന ഒരു അനുഭൂതിയാണ് എനിക്ക് അതിനുശേഷം അവനിലൂടെ ലോകത്തെ കാണുമ്പോൾ എനിക്കിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഏറ്റവും അധികം കൃതജ്ഞത മനസ്സിൽ തുളുമ്പുന്ന ഒരു നിമിഷം. ഹായ് മാം, എൻ്റെ പേര് ജ്യോതിക. ഇനി ഞാൻ 8th കാർമൽ HSS വെള്ളക്കാട്ടിലാണ് പഠിക്കുന്നത്. എനിക്കിങ്ങനെ പബ്ലിക്കിൽ സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ ടെൻഷൻ അടിക്കുന്നതോ വാക്കുകൾ കിട്ടാത്തതെന്നൊക്കെ തോന്നും. അപ്പോൾ മാം എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നതെന്ന് ഞാൻ തുടങ്ങിയപ്പോൾ മുതലുണ്ടോ ഇങ്ങനെ ആലോചിക്കുന്നത്. ജ്യോതിക ഇപ്പൊ നല്ല ഗംഭീരമായിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നേ അല്ലേ? യെസ്, ഒരു കൈയ്യടി കൊടുത്തേ അല്ലേ? ഒരു വാക്കെങ്കിലും തിരിച്ചു പറയേണ്ടി വന്നോ? ഇല്ലല്ലോ. പറഞ്ഞ വാക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മന തെറ്റാതെ ഇങ്ങനെ ചോദിച്ചു. അതും വളരെ ഹ്രസ്വമായിട്ട് 2 വാചകങ്ങളിലുള്ളിൽ അത് ചോദിക്കുകയും ചെയ്തു. ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ 4 വാചകമായിട്ട് നീട്ടി പറഞ്ഞേനെ. ശബരി എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ്, പാട്ട് പാടുമ്പോഴായാലും സംസാരിക്കുമ്പോഴായാലും ഇങ്ങനെ പരത്തി സംസാരിക്കുക അല്ലെങ്കിൽ പരത്തി പാടുക എന്നുള്ളതാണ് എൻ്റെ ശൈലി എന്നുള്ളത്. അങ്ങനെ അല്ലാതെ വളരെ കണിശമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കാനുള്ള അവസരങ്ങളും കേൾക്കുവാനുള്ള ശ്രോതാക്കളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം നമ്മൾ സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ സംസാരിച്ചാൽ മാത്രം പോരാ അല്ലേ? എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് സംസാരിക്കാൻ ആദ്യം ഒരു ചിന്തയുണ്ടാകണം, അത് പ്രതിഫലിപ്പിക്കുവാനൊരു വാക്കുണ്ടാകണം, ആ വാക്ക് എതിരേൽക്കുവാൻ ഒരു വ്യക്തി ഉണ്ടാകണം, ആ വ്യക്തിക്ക് ആ വാക്കിനെ മനസ്സിലാക്കുവാൻ ഒരു മനമുണ്ടാകണം. ഇത്ര ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സംഭാഷണം എന്നുള്ളത് പൂർത്തിയാവുന്നുള്ളൂ. അപ്പോൾ ആ പൂർത്തിയാവുന്നതിൽ പല പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്. എവിടെയായാലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ പാകപ്പെടുത്തിക്കൊണ്ട് വാക്കുകളിലൂടെ നമ്മുടെ വാക്കുകളെ ഒരു മാർഗം മാത്രമായി കരുതുക. അപ്പോഴാണ് നമുക്ക് ആ ഭീതി ഇല്ലാതെയാകുന്നത്. നമ്മൾ വാക്കുകളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പറയുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരുപക്ഷെ ആശയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ വാക്കുകൾ പതറി ചിതറി ഇടുകയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വാക്കുകൾ എന്നും നമ്മുടെ ആശയം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് എന്ന് കരുതിയാൽ ആശയത്തിൽ നമ്മൾ വേരൂന്നിയാൽ തീർച്ചയായിട്ടും ഫലവത്തായിട്ട് തന്നെ അത് പുറത്തേക്ക് വിനിമയം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സമയമായപ്പോൾ എന്താണെന്ന് തോന്നിയ IAS എന്ന സ്വപ്നം സഫലമായപ്പോൾ ആദ്യം തോന്നിയത് വലിയ ആശ്വാസമായിരുന്നു അവന്. കാരണം ഒന്നാമത്തെ തവണ IAS എഴുതിയപ്പോൾ IASലേക്ക് പ്രവേശിച്ചിട്ടില്ലായിരുന്നു. അന്ന് 139ാമത്തെ റാങ്കായിരുന്നു ലഭിച്ചത്. അപ്പോൾ ഞാൻ മറ്റൊരു സർവീസിൽ IRS കസ്റ്റംസിലായിരുന്നു ആദ്യം പ്രവേശിച്ചത്. അപ്പം അതിൻ്റെ പരിശീലനവും അതിനുശേഷം പിന്നെ 1 വർഷം ലീവ് എടുത്ത് വീണ്ടും IAS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് എന്നിട്ടാണ് IAS എഴുതി 49ാമത്തെ റാങ്കോട് കൂടി IAS നേടിയത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെയും സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഉയർച്ച താഴ്ചകളുടെയും
പതർച്ചകളുടെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. പുതിയൊരു യാത്രയുടെ ആരംഭമാണ് എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു. ഒപ്പം എത്തിച്ചേർന്നതിൻ്റെ ഒരു ആശ്വാസമായിരുന്നു സത്യം പറഞ്ഞാൽ. എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹം. ഈ ഒരു വലിയ വിശാലമായ വിഹായസിലേക്ക് പറന്നുയരുവാൻ ഈ കിളിക്കൂട്ടത്തിലെ എല്ലാ കൊച്ചു കിളികൾക്കും വർണ്ണാഭമായ ചിറകുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.